എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? സങ്കീർത്തനം 22 സങ്കീർത്തകൻ നിലവിളിക്കുന്നുണ്ട്. ഇന്ന് കുരിശിൽ നിന്ന് ഉയരുന്ന ഈ നിലവിളി നമുക്ക് കേൾക്കുവാൻ കഴിയും. ദുഃഖ വെള്ളിയാഴ്ച, ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച, നന്മ നിറഞ്ഞ വെള്ളിയാഴ്ച. പാപത്തിൽ നിന്ന് മനുഷ്യകുലത്തെ മുഴുവനും വീണ്ടെടുക്കുവാനായി കുരിശിൽ മരിച്ചുകൊണ്ട് രക്ഷ പകർന്നതിൻ്റെ ഓർമ്മ ദിനം ഈ വെള്ളിയാഴ്ചയിൽ ഓർമ്മിപ്പിക്കുന്നു. പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യമക്കളെ രക്ഷയിലേക്ക് നയിക്കുവാൻ കുരിശിൽ ബലിയായി തീർന്ന ഈശോയുടെ സ്മരണം. ലോകത്തിലെ ഏറ്റവും ശോകമോഹമായ ഒരു സംഭവമായിട്ടാണ് യേശുവിൻ്റെ പീഡാസഹനത്തെ കാണുവാൻ കഴിയും. സ്വന്തം പിതാവിനാൽ അയക്കപ്പെടുകയും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്ത പ്രിയമകൻ തൻ്റെ ഇഷ്ടങ്ങളല്ല നോക്കിയത്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ആ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ജീവനെ കുരിശിൽ സമർപ്പിക്കുന്നു. തനിക്ക് വേണ്ടിയല്ല, തന്നെ ഏൽപ്പിച്ച ജനത്തിനു വേണ്ടി മരിക്കുവാൻ തയ്യാറായ ക്രിസ്തു. അതും വെറുമൊരു മരണമല്ല, ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമല്ല, മറ്റാരെയും പ്രീതിപ്പെടുത്താനല്ല, ഒരു ജനക്കൂട്ടത്തെ മുഴുവനും രക്ഷിക്കുവാൻ, ലോകത്തെ മുഴുവനും രക്ഷിക്കുവാനായി ബലിയായി തീരുന്ന ക്രിസ്തു. ഈ ബലിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് കുരിശിൽ ബലിയായിത്തീരുന്നതിൻ്റെ കുരിശിലെ സ്നേഹമാണ്. ചങ്ക് പിളർത്തിപ്പോലും ചോരയും നീരുമൊഴുക്കിക്കൊണ്ട് സ്നേഹിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ അടയാളമായി നമ്മുടെ ശരീരത്തിലും ആ അടയാളങ്ങൾ പതിക്കുവാനായിട്ടുള്ള ഒരു വിളിയാണ് ഈ ദുഃഖവെള്ളിയാഴ്ചയിലൂടെ നമുക്ക് നൽകുന്നത്. സമയമായി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയാക്കുവാനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഒന്നും സ്വന്തമായിട്ടില്ലാത്തവൻ, അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നു, പുൽക്കൂട്ടിൽ ജനിച്ചു. അവൻ ദരിദ്രരോടൊപ്പം ഉറങ്ങി, ഉണ്ടു, ജീവിച്ചു, സൗഖ്യപ്പെടുത്തി, പ്രബോധനങ്ങൾ നൽകി. വിമർശനങ്ങളേറ്റു, കല്ലെറിയാനായിട്ട് അവനെ കൊണ്ടുപോയി, മറ്റുള്ളവർക്ക് മുമ്പിൽ അവഗണിക്കപ്പെട്ടു, ഒറ്റപ്പെടുത്തി. എന്നിട്ട് നന്മ ചെയ്യുന്നതിൽ നിന്ന് അവൻ വിരമിച്ചില്ല. പറയാനുള്ളത് പറയുകയും ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്തു. ദേവാലയത്തെപ്പോലും വിശുദ്ധീകരിച്ചുകൊണ്ട് പാരമ്പര്യങ്ങൾക്കെതിരെ സംസാരിച്ചു. പാരമ്പര്യങ്ങൾ കരുണയില്ലാത്തതായാൽ അത് മാറ്റേണ്ടതാണെന്ന് പറഞ്ഞു. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്നും സ്നേഹം എല്ലാത്തിൻ്റെയും മുമ്പിലാണെന്നും കരുണയോടുകൂടിയാണ് നാം ഓരോരുത്തരുമെല്ലാം വീക്ഷിക്കേണ്ടതെന്നും പറഞ്ഞ് അവനെ അവർ ക്രൂശിലേറ്റു. പീഡിപ്പിച്ചു, ചങ്ക് പൊളിക്കുന്ന രീതിയിൽ അടിച്ച് പുറം പൊളിച്ചു, വയറുപോലും പൊളിച്ചടുക്കി. എന്നിട്ടും അവൻ നിശബ്ദനായി എല്ലാം സഹിച്ചു. എല്ലാം സഹിച്ചിട്ട് ഈ വേദനകൾ ഒരു മനുഷ്യവ്യക്തിക്ക് സഹിക്കാവുന്നതിൽ കൂടുതലാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലേക്കുള്ള വലിയൊരു വിളി നമുക്കിന്ന് നൽകുകയാണ്. നീയും മറ്റുള്ളവർക്ക് വേണ്ടി പീഡകൾ സഹിക്കണം, മറ്റുള്ളവരെയും രക്ഷിക്കുവാൻ നീ എരിഞ്ഞു തീരണം. നീയും കുരിശിൽ മരിക്കണം, കുരിശിൽ നിന്നെ തന്നെ ബലിയായി നൽകണം. ഈ ബലിയായി നൽകലിലൂടെ നീ നേടിയെടുക്കുന്നത് നിൻ്റെ മാത്രമല്ല, നിരവധി പേരുടെ ആത്മാക്കളെ കൂടിയാണെന്ന് നീ ബോധ്യപ്പെടണം. അപ്പോൾ മാത്രമേ യേശുവിനെ പോലെ എല്ലാം പൂർത്തിയായി എന്ന് പറയുവാൻ നിനക്ക് കഴിയും. എൻ്റെ പിതാവേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന ഒരു ചോദ്യം പലപ്പോഴും പലരും നമ്മോട് ചോദിച്ചേക്കാം. എന്തുകൊണ്ട് കുരിശിൽ അങ്ങനെ ഒരു പ്രാർത്ഥന? ദൈവത്തിൻ്റെ ഹിതം അല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്നും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമിതാണെങ്കിൽ അത് നിറവേറ്റട്ടെ എന്നും അങ്ങനെ ഉപേക്ഷിക്കുകയല്ല, അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തെന്ന ബോധ്യം
ഓരോ നിമിഷവും നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് പ്രകാരം പ്രാർത്ഥിച്ചത്. ഏലി ഏലി ലാമ സബക്താനി. ഒരമ്മയും മകനെയും പരസ്പരം ഒന്നാക്കിക്കൊണ്ട് കുടുംബത്തിലുള്ളവരെല്ലാം ഒന്നാണെന്നും ക്രിസ്തുവിലായിരിക്കുന്നവൻ ചിതറിക്കപ്പെടത്തുന്നതെല്ലാം ഒരുമിച്ച് കൂട്ടി അവനിൽ ഒന്നായിത്തീരണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കും. ക്രിസ്തുവിൻ്റെ ഈ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിയാതെ പോകുമ്പോൾ നാം ചിതറപ്പെട്ടവരായി മാറും എന്നും ക്രിസ്തുവിൽ ഒന്നാണെങ്കിലും ഭിന്നതയുള്ളവരാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കും. ചിതറിക്കപ്പെടാതെ ഒരുമിച്ച് കൂട്ടുവാൻ അവൻ ബലിയായിത്തീർന്നെങ്കിൽ ഈ ബലി നിനക്ക് വേണ്ടിയുള്ളതാണ്. നീ മാറ്റി നിർത്തിയവരെയും ചിതറിച്ചവരെയൊക്കെ ഒരുമിച്ച് കൂട്ടുവാൻ അത് ക്രിസ്തുനാമത്തിൽ. അതിനുവേണ്ടി ഇന്ന് പ്രത്യേകമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവേ, അങ്ങേ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുമ്പോൾ സകലരോടും ക്ഷമിച്ചുകൊണ്ട് പീഡിപ്പിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരും കുറ്റപ്പെടുത്തിയവരോടും ക്ഷമിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് സകലരെയും വിളിച്ച് ഇതാ അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ടും സന്തോഷത്തോടെ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. ഈ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു. ഈ ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് നമ്മളെ വിളിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപകളും നൽകി നമ്മെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കുവാൻ, ഈ ദുഃഖ വെള്ളിയാഴ്ച നന്മയുടെ വെള്ളിയാഴ്ചയായിട്ട് മാറുവാൻ, നിൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ, സമ്പൂർണ്ണമായിട്ടും ദൈവ ആത്മാവിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ചൈതന്യത്തിൽ പുതിയൊരു ഉത്ഥാനത്തിനായി കാത്തിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ രക്ഷകനിൽ നിന്ന് ഒഴുകിയെ തിരിച്ചൊരയാൾ കഴുകി നിന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പുതിയൊരു സൃഷ്ടിയായി മാറുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.